വെൽക്കം ടു ട്രാവലോകത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനിപ്പോൾ നിൽക്കുന്നത് സ്കോട്ട്ലൻഡിലാണ്. സ്കോട്ട്ലൻഡിൽ ഞാൻ എത്തിയിട്ട് ഇപ്പം ഒരു 1 വീക്ക് അടുപ്പിച്ചായിട്ടുള്ളൂ. അപ്പം ആ അപ്ഡേറ്റ് നിങ്ങൾക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ടായിരിക്കത്തില്ല. ഞാനിവിടെയും സഞ്ജയ് കേരളത്തിലുമാണ്. അപ്പം ഇനിയുള്ള വീഡിയോസ് കേരളത്തിൽ നിന്ന് സഞ്ജയ്, അവിടുത്തെ വീഡിയോസും ഈ സ്കോട്ട്ലൻഡിലെ വീഡിയോസ് ഇവിടെ നിന്ന് ഞാനായിരിക്കും ചെയ്യാൻ പോകുന്നത്. അപ്പം ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഞങ്ങൾ 3 പേരുണ്ട്. ഞങ്ങൾ 3 പേരും കൂടിയാണ് ഇപ്പോൾ ഇവിടുത്തെ ഒരു ഹൈക്കിങ്ങിന് വന്നേക്കുവാണ്. ഈ ഹൈക്കിംഗ് സ്പോട്ട് എന്ന് പറയുന്നത് ഞങ്ങൾ അവിടെയാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇവിടെ എൻട്രൻസ് വഴി കയറിയിട്ട് ഇവള് വന്നിട്ട് ഇപ്പം ഒരു 1 ഇയർ ആയി. ഇവൾക്ക് ഇവിടുത്തെ ഏരിയാസ് മൊത്തം അറിയാം. ഇവൻ വന്നിരിക്കുന്നത് 7 മാസമായിട്ടുള്ളൂ. ഞാനിപ്പോൾ വന്നിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസും ഇവിടുത്തെ സ്ഥലങ്ങളും ഒക്കെ ഒന്ന് പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ. അപ്പം ഇവരാണ് കുറച്ചും കൂടി സീനിയർ എന്നേക്കാളും. ഈ ഒരു ഹില്ലിലേക്കാണ് നമ്മൾ ഇന്ന് ക്ലൈംബ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടല്ലേ? നല്ല രീതിയിലുള്ള ഡിസ്റ്റൻസ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കയറിയപ്പോൾ തന്നെ കിതക്കാൻ തുടങ്ങി. ഇവിടെ ഇപ്പം എത്രയാ ടൈം? എത്രയാ? 2:19. അത് 3 മണിയാകുമ്പോൾ ലൈറ്റ് പോകും. അപ്പൊ അതിനേക്കാളും മുന്നേ നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് കവർ ചെയ്യണം. അപ്പൊ നമുക്ക് ജസ്റ്റ് ഹില്ലിലേക്ക് എല്ലായിടത്തും കയറാം. ഓക്കെ, അപ്പൊ നമുക്ക് കയറാല്ലേ? ഹൈക്കിങ്ങിന് കയറി ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളു. ദിസ് മൈ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. എനിക്ക് ജസ്റ്റ് ഒരു വന്നിട്ട് 2-3 ദിവസമേ ആയിട്ടുള്ളൂ. ഇവിടുത്തെ സ്ഥലവും പേരും ഒക്കെ ഫെമിലറൈസ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല. അപ്പം ഞങ്ങൾ ഇതാണ് ഹൈക്കിങ് കയറുന്ന സ്ഥലം. അവിടെയാണ് ആ ഫാം ഹൗസ് ഉള്ളത്. അപ്പം നമ്മൾ ഇതിലേക്ക് കൂടി ഹൈക്ക് ചെയ്ത് നേരെ മലയുടെ മുകളിൽ കയറുവാണ്. വേസ്റ്റ് ഒന്നും ഇടാൻ പാടില്ല ഇവിടെ. അത്രയ്ക്ക് ഹൈജീനിക്കായിട്ട് ക്ലീൻ ടൈഡി ആയിട്ടുള്ള ഒരു പ്ലേസാണ്. നമ്മളിങ്ങനെ ഇങ്ങനത്തെ സംഭവമൊന്നും പ്ലാസ്റ്റിക് ഒന്നും ഇങ്ങനെ ഇടാൻ പാടില്ല. അവളുടെ ബാഗിൽ നിന്ന് ഇപ്പോൾ ചാടിപ്പോയതാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ബാഗിൽ തന്നെ വെച്ചിട്ട് വീട്ടിൽ ചെന്നിട്ട് ഡിസ്പോസ് ചെയ്യുക. അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്കൊരിക്കലും ഈ ഇതെടുത്ത് ഇങ്ങനെ അവിടെ ഇവിടെ വലിച്ചെറിയാൻ പറ്റില്ല. ഇവിടെ നോക്കിയാൽ തന്നെ കാണാം ഒരു പ്ലാസ്റ്റിക് വേസ്റ്റോ ഒന്നും തന്നെ ഉണ്ടാകത്തില്ല. പക്ഷേ ഇത് ഹൈക്കിംഗ് സ്പോട്ടാണ്. ആൾക്കാർ വരുന്നൊരു സ്പോട്ടാണ്. ഇവിടെ നമുക്ക് ഹണ്ട് ചെയ്യാം. ഇവിടെ മാൻ അങ്ങനെയുള്ള ജീവികളൊക്കെ ഇവിടെ ഉണ്ട്. ലൈസൻസ് ഉള്ള ആൾക്കാരായിട്ട് വരികയാണെങ്കിൽ നമുക്കിവിടെ ഹണ്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ലൈസൻസ് ഇല്ല, അത് കാരണം ഹണ്ട് ചെയ്യാൻ പറ്റില്ല. ഇവിടെ എല്ലാം ഫെൻസ്ഡ് ആണ്, കണ്ടില്ലേ? മൊത്തം ഫെൻസ്ഡ് ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് വ്യൂ കാണിച്ചു തരാം. ഇവിടെ വിൻ്ററാണ്, അതാണ് ഈ മരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്. ഒരു സ്പ്രിങ് ഒക്കെ ആകുന്നിടത്ത് ഇത് മൊത്തം നല്ല പുഷ്പിച്ചിരിക്കും. അടുത്താ ക്യാമ്പിംഗ് സ്പോട്ടാണ്. നമ്മുടെ നാട്ടിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ഇല്ലേ, അതേമാതിരി ഇവിടുത്തെ പിള്ളേര് സമ്മറിൽ ക്യാമ്പിങ്ങിന് വരുന്ന ഏരിയ ആണ് ഇത് മൊത്തം. ദാഹില്ല അവിടെ അല്ലേ? അവിടെ നമുക്ക് സമ്മറിൽ ക്യാമ്പിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് അവിടെ. അതെ, ഉടനെ സമ്മർ എത്തിയിട്ടില്ല, വിന്റർ കഴിയട്ടെ അല്ലേ? അതെ, ലൈസൻസ് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവരോടൊപ്പം പോയി ഹണ്ട് ചെയ്യാൻ പറ്റും. അത് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഞാനൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ കാണിച്ചു തരാം. കാണാൻ പറ്റുന്നുണ്ട് എന്തോ? ഇതാ കാണുന്നില്ലേ, അത് സിറ്റിയാണ്, എഡിൻബറ സിറ്റിയാണ്. കുറച്ചും കൂടി മേളിലേക്ക് കയറാൻ നേരത്ത് ഫുള്ള് കാണാൻ പറ്റും. അത് ആർത്തർ സ്ട്രീറ്റ്, ആ മല കൂടുതൽ ഇവർക്കൊക്കെ അറിയത്തുള്ളൂ. ഞാൻ പറഞ്ഞു തരാം, കേൾക്കോ ഇല്ലാതെ അറിയത്തില്ല കേട്ടോ. ആ ഡെഡ് എൻഡിലുള്ള മലയാണ് ആർത്തർ സ്ട്രീറ്റ് എന്ന് പറയുന്നത്. അത് വോൾക്കാനിക് ക്വാളിറ്റി ഉള്ള ഒരു മൗണ്ടൈൻ ആണ്. ഇപ്പം വോൾക്കാനിക് എറപ്ഷൻസ് ഒന്നുമില്ല, അത് സ്റ്റോപ്ഡ് ആണ്. അപ്പം അതാണ് കാസിൽ. ആ മലയുടെ കുറച്ചും കൂടെ കഴിഞ്ഞിട്ടുള്ളതാണ് കാസിൽ, എഡിൻബറ കാസിൽ. ആ വഴി കുറച്ചും കൂടെ നീങ്ങിയ അവിടെ കുറച്ച് ബ്രിഡ്ജ് കാണാൻ പറ്റില്ല. ആ സൈഡ്, ആ ഡെഡ് എൻഡിൽ ഒരു ബ്രിഡ്ജ് ഉണ്ട്. ദാറ്റ് ഈസ് ക്യൂൻസ് സൗത്ത് ഫെറി. ഇവിടുത്തെ ഫാം ഹൗസിൽ ഒരു ബോബ് ക്യാറ്റ് ആണത്. ആൽപ്പക്കാസ് എന്നാണ് പറയുന്നത്. ബോബ് ക്യാറ്റ് എന്ന് തലയൊരു പ്രത്യേക ഷേപ്പാണ് അതിന്. നമ്മുടെ അവിടുത്തെ ഉള്ള ഷീപ്പ് നമ്മൾ നോർമലി കാണുന്ന ടൈപ്പ് ഒരു ഷീപ്പല്ല, ഒരു കുട്ടി ക്യാമൽ പോലെ ഇരിക്കും. അധികം സൂം ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു ഫാം ഹൗസാണ്. ഈ ഫാം ഹൗസിൽ നമുക്ക് കയറാൻ പറ്റില്ല. കുറച്ച് തള്ളു കേൾക്കണമെങ്കിൽ കേട്ടോളൂ കേട്ടോ. ആക്ച്വലി ഞാൻ ജാനുവരിയിലാണ് വന്നത്. ഇവൻ ഈ സെപ്റ്റംബർ ഇപ്പോഴാണ് വന്നത്, 2023 സെപ്റ്റംബറിലാണ്. അപ്പം മിക്ക സ്ഥലങ്ങളും ഞങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒന്നില്ലെങ്കിൽ നടന്ന് കാണാം, ദാറ്റ് ഈസ് നടരാജ സർവീസ്, ഇല്ലെങ്കിൽ ബസ്സസ് ആക്സസ് ചെയ്യുക. ബസ്സസ് ആണെങ്കിൽ കുറേ ട്രാവൽ അവേഴ്സ് ഉണ്ട്. അപ്പം ബസ്സിൽ പോകുന്ന നടക്കുന്ന കാര്യമല്ല. സോ ഓൾവേസ് എഡിൻബറ വരുവാണെങ്കിൽ യൂസ് യുവർ ലെഗ്സ്, നടരാജ സർവീസ്,
to see the places. എഡിൻബറയിലെ മോസ്റ്റ് ഓഫ് സ്ഥലങ്ങളും ഞങ്ങൾ നടന്നു പോയിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. അതാണ് നടരാജ സർവീസ്. അതാണ് നടരാജ സർവീസ്. ഓക്കെ, അത് ചളിയാണ് കേട്ടോ. അത് അല്ല, നടരാജ സർവീസ് ഒന്നും ഇല്ല. അത് മേലെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉണ്ട്. പ്രൈവറ്റ്. അപ്പം ഞങ്ങൾ നടന്നു വരുന്ന റിസർവിനടുത്തെത്തി. ഇത് ഇവിടെ നമുക്ക് ഫിഷിംഗ് ഒക്കെ പെർമിറ്റഡ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫിഷിംഗ് റോഡൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതിലെ കൂടി പോയിട്ട് വേണം അടുത്ത സ്ഥലത്തേക്ക് എത്താനായിട്ട്. എങ്ങനെയുണ്ട് സ്ഥലം? ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ്. ഞാനടുത്തൊരു കൾച്ചറായിട്ട് അടുത്ത് വരുന്നേ ഉള്ളൂ. കാരണം ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെയല്ല. ഇവിടെ ആൾക്കാരെ കാണാതെ ഗ്രീറ്റ് ചെയ്യണം. ജസ്റ്റ് ആരാണെന്ന് അറിയില്ല, നമ്മൾ ഗ്രീറ്റ് ചെയ്യണം. ഒരു ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഹായ് ഹലോ എന്നൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക്കലി പറഞ്ഞു പോകും. അതൊക്കെ ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. എല്ലാം ഡിഫറെൻറ്റ്, എൻ്റയർലി ഡിഫറെൻറ്റ് കൾച്ചറാണ്. ബസ്സിൽ കയറാൻ നേരത്ത് അല്ലെങ്കിൽ വഴിക്കൂടെ നടക്കാൻ നേരത്ത് എല്ലാം നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു കൾച്ചറിലേക്ക് എത്തും. റേസിസവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ എനിക്കങ്ങനെ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആയിട്ടില്ല. എല്ലാവരും പറയുന്നുണ്ട് റേസിസം ഉണ്ട്, നല്ല രീതിയിൽ റേസിസം ഉണ്ട്. പക്ഷേ എനിക്ക് അതൊരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടില്ല. കാരണം ഞാൻ വന്നതല്ലേ ഉള്ളൂ. നല്ല ക്വാളിറ്റിയുള്ള വെള്ളമാണ് ഇവിടുത്തെ. സോ നമുക്ക് ഡയറക്റ്റ് വെള്ളം ടാപ്പ് വാട്ടർ തന്നെ കുടിക്കാം, പേടിക്കണ്ട. സ്ഥലമല്ലേ എഡിൻബറ വന്നിട്ട് ആകെ കണ്ടക്കുന്ന ഒരു വാട്ടർഫാൾസ് ആണ് ഇത്. ഇവിടെ ഉരുൾപൊട്ടൽ എന്നല്ലേ ഇതിനെ പറയാ? ഇതിനെ വാട്ടർഫാൾസ് എന്ന് പറയാമോ? അങ്ങനെയാ പറയാം. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവരുടെ മലയാളം കുറച്ച് പ്രത്യേകമലയാണ്. കാരണം ഇവര് കന്നഡ ബേസ്ഡ് ആണ്. ഹൈക്ക് ചെയ്ത് ഇവിടെ വരെ എത്തി. ജസ്റ്റ് ഇങ്ങനെ ചെറിയൊരു വെള്ളം വന്നെ ഉണ്ടാവും. നമുക്ക് വളരെ പ്യൂർ ഉള്ള അല്ലേ, ഫ്രഷ്. നല്ല വെള്ളം. ചൂടാണോ? നല്ല തണുത്ത വെള്ളം. പ്യൂർ വെള്ളമാണ്. അതാരെങ്കിലും മേളിൽ നിന്ന് മൂത്രം ഒഴിച്ചതായിരിക്കും. വയർഫിറ്റായിരിക്കത്തുള്ളൂ. അവിടെ ഒരു കഫേ ഉണ്ടല്ലേ? അവിടെ ഒരു കഫേ ഉണ്ട്. അപ്പോൾ അവിടെ നല്ല അടിപൊളി ഹോട്ട് ചോക്ലേറ്റ് കിട്ടുമെന്ന് പറയുന്നുണ്ട്. ആ ബാഗ് നിറയെ ഫുഡാണ്. ഹൈക്കിങ് പറയുമ്പോൾ ഫുഡ് എന്തായാലും മസ്റ്റ് ആണല്ലോ. കേറ്. ഇനി അങ്ങെല്ലാം കയറാൻ പറ്റൂട്ടോ. ഈ പാത്വേ അല്ലാതെ പ്രോപ്പർ ട്രെക്കിംഗ് ആണെങ്കിൽ അതിൻ്റെ മണ്ടയിലെല്ലാം കയറിയിട്ട് ബെറ്റർ വ്യൂസ് കിട്ടും. നമ്മുടെ സ്കോട്ടിഷ് ഹൈലാൻഡ്സ് വ്യൂസ് കിട്ടും. അത് നല്ലതാ. വയനാട് ചുരം വാഗമണ്ണൊക്കെ പോകുന്നൊരു
അല്ലേ? മൂന്നാർ വാഗമൺ ഫീല്. എനിക്ക് എവിടെയെങ്കിലും കുറച്ച് ഇരിക്കണം. ഒരു മലയുടെ മേളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഹോട്ട് ചോക്ലേറ്റ് കിട്ടുമെന്ന് ഓർത്ത് വന്നതാണ്. പക്ഷേ ക്ലോസ്ഡ്. നല്ലൊരു കോഫി ഷോപ്പ്. ദിസ് വൺ ഈസ് ക്ലോസ്ഡ്. കണ്ടോ, അടിപൊളി കോഫി ഷോപ്പ്. നല്ല വൈബിലൂടെ ഇരുന്നുണ്ട്. ഈ കാഴ്ചയൊക്കെ ഉണ്ട്. നോക്കിയേ, ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ കഴിച്ച് പയ്യൊരു ഈവനിങ് സെറ്റപ്പ്. ആക്ച്വലി ഇവിടെ ഒരു എത്ര മണിയായി? ഒരു 3:51 ഇവിടെ ഫുള്ള് ഇരുട്ടാവും. ഇപ്പോൾ 2 മണി 2:30 ആയതേ ഉള്ളൂ. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഇവിടുന്ന് ഇറങ്ങണം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു കാഴ്ച. നോക്കി, അപ്പോൾ ഇവിടം വരെ ഹൈക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഹൈക്കിംഗ് എന്ന് പറയാൻ പറ്റില്ല. ഇത് കണ്ടോ, ഏറ്റവും അറ്റത്ത് കുറേ ഷീപ്സ് നീ നോക്കി. ലാസ്റ്റ് പോയിന്റ് എത്തി. ഇവിടെ ജസ്റ്റ് വന്ന് ഇവിടെ ഇരിക്കാം. നല്ലൊരു കാമായി പീസ്ഫുൾ ആയിട്ടുള്ളൊരു അടിപൊളി. ഇവിടെ നമുക്ക് ഫിഷിങ് ഉണ്ട് കേട്ടോ. ഫിഷിങ് അലൗഡാണ്. നോക്കിയേ, ഇവിടുത്തെ ഫിഷ് നോക്കിയേ. സാൽമണാണോ? സാൽമണാന്ന് തോന്നുന്നു. ഫിഷിങ് ബൈ പെർമിറ്റ് ഓൺലി. ഫോർ പെർമിറ്റ്സ് നമുക്ക് കോൺടാക്ട് ചെയ്യാം. ഇവിടെ പ്രൈവറ്റ് ഫിഷിംഗ് ആണ്. പ്രൈവറ്റ് ഫിഷിംഗ് അല്ലാതെ പബ്ലിക് ഫിഷിംഗ് ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ നമുക്ക് ഫിഷിങ് ചെയ്യാം. അവിടെ സ്വാനൊക്കെ നോക്കി. ഒക്കെ അടുത്തുള്ളത് കാണിച്ചു തരാം. ഇപ്പോൾ ആൾക്കാരൊക്കെ വന്നിരിപ്പുണ്ട്. ഫുഡൊക്കെ കൊടുക്കുവാന്. അപ്പോൾ നല്ല അടിപൊളി ഏരിയയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ലാസ്റ്റ് നമ്മുടെ ഈ പോയിന്റ് വഴി നമ്മൾ കയറാൻ പോകുന്നില്ലല്ലോ? ഇല്ല. ഓക്കെ, അപ്പോൾ സമയം ഉണ്ടല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് ജസ്റ്റ് റിലാക്സ് ചെയ്തിട്ട് തിരിച്ചു പോവുകയാണ്. അപ്പോൾ നോക്കി, എന്ത് വലുതല്ലേ. ശബ്ദം ഉണ്ടാക്കുന്നുണ്ടോ? ഹായ്. അയ്യോ, ശബ്ദം ഉണ്ടാക്കുന്നു. കയറി വരുമോ എന്തോ? നോക്കി, ബ്യൂട്ടിഫുൾ. ഇവിടെ നമുക്ക് പ്രൈവറ്റ് ഫിഷിങ്ങും ഉണ്ട് കേട്ടോ. ബോട്ടിംഗ് ഉണ്ട്, പ്രൈവറ്റ് ഫിഷിംഗ് ഉണ്ട്, ബോട്ട്സൊക്കെ ഇല്ലേ അവിടെ ഉണ്ട്. ഇപ്പം എങ്ങനെയാണ് ട്രക്കിങ് ഉണ്ടായിരുന്നു? വലിയ ദൂരമൊന്നും കയറിയില്ലല്ലോ നമ്മള്. കേറിയില്ല, കുറച്ചേ കേറുള്ളൂ. ബട്ട് വി ക്യാൻ മൂവ്. ഇത് ഇങ്ങനെ കറങ്ങി പോകുന്നതാണ്. അപ്പം ലൈറ്റ് കുറവായതുകൊണ്ട് ഇനി നൈറ്റ് ആയി ഇറങ്ങാൻ പാടായിരിക്കും. അപ്പം തന്നെത്താൻ വേഗം ഇറങ്ങുന്നതായിരിക്കും നല്ലത്. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളൊക്കെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. ഇനി ഇതുപോലെയുള്ള ഒരുപാട് സ്കോട്ടിഷ് ആയിട്ടുള്ള എക്സ്പ്ലോറിങ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇനി വരും. അപ്പം അതിൻ്റെ ഹെൽപ്പ് ചെയ്യാനായിട്ട് റെനി കൂടെ ഉണ്ടാകത്തില്ലേ? ഉണ്ടാവും. എനിക്ക് ഇങ്ങനത്തെ ഉള്ള കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രാന്തൊക്കെ കൂടുതലുള്ള ഒരാളാണ്. അപ്പം ഇവള് നമ്മളിങ്ങനെ ഹൈക്കിങ്ങിനും ട്രെക്കിങ്ങിനും എല്ലാത്തിനും കൊണ്ടുപോകും. അപ്പം ഈ കാഴ്ചകളൊക്കെ കാണുക. അപ്പം ഇനി അടുത്തൊരു വീഡിയോ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ബൈ ഫോർ നൗ.